ഓം നമോ നാരായണായ നമഃ. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന, നിന്റെ നിയതകർമ്മം യുദ്ധവും രാജ്യസംരക്ഷണവുമാണ്. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പരമാത്മാവാണ്. എനിക്ക് ഒന്നും ചെയ്യേണ്ടതില്ലെങ്കിലും ഞാൻ എൻ്റെ കർമ്മം മുടക്കം കൂടാതെ ചെയ്യുന്നു. അർജുന, നീ ആത്മാവ്. നിന്റെ നിയതകർമ്മം പരമാത്മാവിൻ്റെ സേവനമാണ്. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി, ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ആത്മാവ് എല്ലാറ്റിനുമുണ്ട് അതിൻ്റെ നിയതകർമ്മം. അർജുന, ഒന്നിന് മറ്റൊന്നിൻ്റെ കർമ്മം ചെയ്യാൻ കഴിയില്ല. പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, ചെവി, മൂക്ക്, വായ, ത്വക്ക് ഇവയ്ക്കെല്ലാമുണ്ട് അവയുടേതായ കർമ്മങ്ങൾ. എന്നാൽ ഒന്നിന് മറ്റൊന്നിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. കണ്ണുകൊണ്ട് കേൾക്കാനോ കാതുകൊണ്ട് കാണാനോ കഴിയില്ല. അർജുന, കർമ്മേന്ദ്രിയങ്ങൾക്കുമുണ്ട് അവയുടെ കർമ്മങ്ങൾ. കാല് നടക്കാനും, കൈ ആഹാരം വായിലെത്തിക്കാനും, വായ് ആഹാരം ഉദരത്തിലെത്തിക്കാനും സഹായിക്കുന്നു. എന്നാൽ ആർക്കും കൈകൊണ്ട് നടക്കാനോ കാലുകൊണ്ട് ആഹാരം വായിൽ എത്തിക്കാനോ കഴിയില്ല. ആധുനിക ലോകത്തിലുമുണ്ട് ഓരോന്നിനും അതിൻ്റേതായ നിയതകർമ്മം. വിദ്യാർത്ഥിയുടെ നിയതകർമ്മം പഠിക്കലാണ്. അധ്യാപകൻ്റെ പഠിപ്പിക്കണം. ഭരണാധികാരികൾ ജനങ്ങളെ സംരക്ഷിക്കണം. സൈന്യം രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം. കർഷകൻ കൃഷി ചെയ്യണം. ഉദ്യോഗസ്ഥൻ ജനങ്ങളെ സേവിക്കണം. എല്ലാവരും അവരുടെ കർമ്മം പരസ്പര സേവനമായി ഭഗവാന്റെ അർച്ചനയായി യജ്ഞരൂപത്തിൽ ചെയ്യണം. തെറ്റായ അറിവും തെറ്റായ കർമ്മവും നാശത്തിന് കാരണമാണ്. ശരിയായ അറിവ് നേടുക, ശരിയായ കർമ്മം ചെയ്യുക, സേവന മനോഭാവത്തോടെ യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്യുക, ജീവിത വിജയം നേടുക. ജയ് ശ്രീകൃഷ്ണൻ.